വരികയാണ്. കൂടുതൽ ഊർജിതമായി തന്നെ ഇപ്പോൾ നിലവിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. 5 പേരെയാണ് ഇപ്പോൾ നിലവിൽ പ്രദേശത്ത് ഈ ഒരു അപകട സ്ഥലത്ത് ഇപ്പോൾ കാണാനില്ലാത്തത്. കടാവർ നായകളടക്കം നിലനിർത്തിക്കൊണ്ട്, അതായത് അവരെ കടാവർ നായകളടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ പരിശോധന നടത്തുന്നത്. എന്നാലും ഇതിനു മുമ്പ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയ പ്രസ് മീറ്റിൽ കൃത്യമായി പറഞ്ഞു വെച്ചിരുന്നു, ഈ തുരങ്കപാതയുടെ ഇനിയുള്ള നിർമ്മാണം, ഇനിയൊരു സുരക്ഷ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇതിൻ്റെ പുനർനിർമ്മാണം അടക്കം ഇനി കൂടുതലായി ഉണ്ടാകുക എന്നുള്ള കാര്യം കൃത്യമായി വി ഡി സതീശൻ പറഞ്ഞിരുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങളടക്കം ചേർന്നതിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. എന്നാണെങ്കിലും മുഖ്യമന്ത്രി ഇപ്പോൾ നിലവിൽ ദുരന്തബാധിത സ്ഥലം സന്ദർശിച്ചിരിക്കുകയാണ്. അവിടെ നിലവിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്ന മന്ത്രിമാരായിട്ടുള്ള ടി സിദ്ദിഖ്, അനിൽകുമാർ എല്ലാവരുമായി ചർച്ച നടത്തി അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ആ ഒരു ഏകോപനം എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായി വിലയിരുത്തി തന്നെയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ അവിടെ നിന്ന് മടങ്ങിയിട്ടുള്ളത്. ഇതിനുശേഷം ക്യാമ്പുകളിലേക്കും ദുരിതബാധിതരെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്ന ക്യാമ്പുകളിലേക്കും ആശുപത്രികളിലേക്കും സന്ദർശനം നടത്തും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ദിത്തി, ശരി. എന്തായാലും വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ തുരങ്ക നിർമ്മാണ സ്ഥലം എന്തായാലും മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന്റെ പുരോഗതി മുഖ്യമന്ത്രി വിലയിരുത്തിയിട്ടുണ്ട്. കാണാതായവർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. വിഷ്ണു വിനോദാണ് വിവരങ്ങൾ നൽകിയത്.